ഓം സർവൈതത്തമസി. എൻ്റെ ഗുരുപാദങ്ങളിൽ ആത്മപ്രണാമം. എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം. എല്ലാവർക്കും സർവ ഐശ്വര്യ സമ്പൂർണമായ പുതുവത്സര ആശംസകൾ എൻ്റെ ഗുരുനാമത്തിൽ സമർപ്പിക്കുന്നു. വരുന്ന 2025 ശാന്തിയും സമാധാനവും ആത്മാനന്ദവും എല്ലാം വന്നു ചേരുന്ന വർഷമാകട്ടെ. ഇന്ന് നമുക്കപ്പോൾ ആത്മീയ സത്സംഗത്തിൽ നമുക്ക് കർമ്മ യോഗത്തെക്കുറിച്ച് പങ്കുവയ്ക്കാം. നമ്മളൊക്കെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അന്ത്യം വരെ ചെയ്യുകയും വേണം, അല്ലേ? ഗുരുവിൻ്റെ ചതുർമാർഗം എന്ന പുസ്തകത്തിൽ മാർഗദശകം അതിൽ പറയുന്നുണ്ട്, പ്രപഞ്ചഘടനകളെല്ലാം കർമ്മയോഗത്തിൽ അധിഷ്ഠിതമാണ്. കർമ്മം ചെയ്യാതെ യാതൊന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നില്ല. കർമ്മത്താലാണ് എല്ലാ ധർമ്മവും പുലരുന്നത്. കർമ്മഫലത്തെ അടിസ്ഥാനമാക്കിയാണ് ഭാവി ജന്മങ്ങൾ നിർണയിക്കുന്നത്. ആത്മീയ കർമ്മവാസനയിലും ഭൗതിക കർമ്മവാസനയിലും പ്രേരകശക്തി ഒന്നു തന്നെ എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി ഭിന്നശങ്ക വെടിഞ്ഞിടേണം. പിന്നെ പറയുന്നതോ, എല്ലാ കർമ്മഗുണദോഷ ഫലങ്ങളും ദൈവത്തിലർപ്പിച്ചു മുക്തനാകാൻ മനം നിഷ്ഠയിൽ ബലപ്പെടുത്തി ദൈവാവബോധത്താൽ ജീവിച്ചിടേണം. ജീവിതം തന്നെ ഒരു സാധനയാക്കിയാൽ മറ്റൊരു സാധന വേണ്ടതില്ല. ഭൗതികമായുള്ള കർമ്മങ്ങളെല്ലാം ഈശ്വര കർമ്മമായി ചെയ്തിടേണം. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് നമുക്ക് വളരെ ബന്ധനമുക്തനായിക്കൊണ്ട് ഈ ഭൂമിയിൽ നമ്മുടെ കർമ്മങ്ങൾ വേണ്ടുന്ന വിധം അനുഷ്ഠിച്ച് ചെയ്തു പോകാനാണ്. ഇവിടെ ദൈവവിശ്വാസം ഇല്ലാത്തവനും നിസ്വാർത്ഥമായി കർമ്മം ചെയ്യുകയാണെങ്കിൽ, അതായത് ആ കർമ്മത്തിലുള്ള പൂർണ്ണ സമർപ്പണം, കർമ്മത്തെ ഈശ്വരനായിക്കൊണ്ട്, അതായത് വേറൊരു ഈശ്വരനെ കാണുന്നില്ല, എൻ്റെ കർമ്മം തന്നെയാണ് ഈ ഈശ്വര സേവ, ആ കർമ്മം അത്രയും നിഷ്ഠയോടുകൂടി സമർപ്പണമായി ചെയ്യുന്നവരുണ്ട്. അതും ഒരു കർമ്മയോഗം തന്നെയാണ്. കാരണം ഫുൾ കോൺസെൻട്രേഷനാണ്, യോഗമാണ്, ഒരു കൂടിച്ചേരലാണ്. ആ കർമ്മമാണ് അവിടെ ദൈവമായിട്ട് നിൽക്കുന്നത്, കർമ്മമാണ് ഈശ്വരൻ. അപ്പോൾ അത് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ പൂജ ചെയ്യുന്നതോ വിളക്ക് കത്തിച്ച് അത് ഒരു അർച്ചനയാണ്, അല്ലേ? ആ ഒരു അർച്ചന പോലെ തന്നെയാണ് ഈ കർമ്മത്തെ കണ്ടുകൊണ്ട് ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. അതും ഒരു ആരാധന പോലെ ചെയ്യുന്നവരുണ്ട്. അത്രയും സൂക്ഷ്മമായി ശ്രദ്ധിച്ച് വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? അതും ഒരു കർമ്മയോഗം തന്നെയാണ്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു സേവ ചെയ്യുന്നത്, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു സേവയുണ്ട്. ഇതൊക്കെ ഈശ്വരീയമായ കർമ്മങ്ങളാണ്. നല്ല ഈശ്വര, അതായത് കർമ്മഫലങ്ങൾ നമ്മളവിടെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അതിനും ഫലമുണ്ട്. കാരണം നല്ലത് ചെയ്താൽ നല്ല കർമ്മം നമ്മിലേക്ക് തിരിച്ചെത്തുന്നു. ഏത് ദുഷ്കർമ്മങ്ങൾ ചെയ്താലും സത്കർമ്മങ്ങൾ ചെയ്താലും അത് നമ്മിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് കർമ്മ നിയമത്തിൽ. പക്ഷെ ഇതിൽ രണ്ടിൽ നിന്നും മുക്തനാകുമ്പോഴാണ് നമുക്ക് മുക്തി എന്നത് ഭവിക്കുക. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർമ്മ ഗുണദോഷ ഫലങ്ങൾ. സർവകർമ്മത്തിൻ്റെയും ഗുണവും ദോഷവും ദൈവത്തിലർപ്പിച്ച് മുക്തനാകാൻ മനം നിഷ്ഠയിൽ ബലപ്പെടുത്തി ദൈവ അവബോധത്തോടെ ജീവിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അവബോധം ഉണ്ടായിരിക്കണം, അവയർനെസ്, നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന ശുദ്ധബോധം തന്നെയാണ് ഇവിടെ. ഒരു പ്യുവർ എനർജി ഉണ്ട്, അല്ലേ? ഒരു ഹയർ എനർജി ഉണ്ട്. അതിനെ ദൈവമായി കാണാം, നമുക്ക് രൂപങ്ങളിൽ കാണാം, രൂപമില്ലാതെ കാണാം, ഒരു മഹാശക്തിയായി കാണാം, ഒരു വിശ്വശക്തിയായി കാണാം, അതോ ഒരു ദേവതാ സങ്കല്പത്തിൽ എങ്ങനെയൊക്കെ കണ്ടെന്ന് വെച്ചാലും ആ ഒരു വലിയൊരു ചൈതന്യ ശക്തിയുണ്ട്, അല്ലേ? ആ ശക്തി കൊണ്ടാണല്ലോ
നമ്മളൊക്കെ കർമ്മം ചെയ്യിപ്പിക്കുന്നതും എല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു ഊർജം തന്നെയാണ് നാം എന്നൊരു വ്യക്തിയുടെ പിന്നിലുള്ള ഊർജം. അതായത് ആത്മീയ കർമ്മവാസനയിലും ഭൗതിക കർമ്മവാസനയിലും പ്രേരക ശക്തി ഒന്ന് തന്നെയാണ്. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും ആത്മീയ മേഖലയിലായാലും ഭൗതിക മേഖലയിലായാലും, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒരു പേരിട്ട് വിളിക്കുകയാണ്. പക്ഷേ ആത്മ ചൈതന്യം തന്നെയാണ്, എനർജി ഉള്ളത് കൊണ്ടാണ് നമുക്കതെല്ലാം ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ, നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് എല്ലാം ഒക്കെ. അപ്പോൾ അത് നമ്മൾ ആത്മീയ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ആ ആത്മ അവബോധം ഉണ്ടാകുമ്പോൾ, ഈ ചൈതന്യത്തെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് അവബോധം സിദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അവബോധം തന്നെയാണ് അവിടെ വികസിക്കുന്നത്, വിശാലമാകുന്നത്, ശുദ്ധമാകുന്നത്. അപ്പം നമ്മുടെ ബുദ്ധിക്കും ശുദ്ധീകരണം വരുന്നു. അതായത് നമ്മുടെ ചിത്തം ശുദ്ധീകരിക്കാനാവണം നമ്മുടെ കർമ്മങ്ങൾ ഓരോന്നും. അത് നമ്മൾ വീട്ടിൽ അനുഷ്ഠിക്കുന്നത്, വ്യക്തിപരമായത്, കുടുംബപരമായത്, സാമൂഹികമായത്, എന്ത് തന്നെയായാലും നമ്മളുടെ ചിത്തം അവിടെ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ടോ ഒരു കർമ്മം കഴിയുമ്പോൾ? അതായത് ശുദ്ധമായി ഞാൻ ആ ചൈതന്യത്തിലേക്ക് എത്രത്തോളം ആ പ്യുവർ ഡിവൈൻ എനർജി ആയിട്ട് തീരുന്നുണ്ട്, എത്രത്തോളം നമ്മൾ അടുക്കുന്നുണ്ട്, എത്രത്തോളം നമ്മൾ ആ ഒരു സുഖം, ആ ആനന്ദം ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മളുടെ കർമ്മയോഗം നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകുക. അപ്പോൾ ആ ശുദ്ധീകരണം അതിപ്പോൾ നമ്മൾ ഭക്തി കർമ്മമായാലും അതെ, നമ്മുടെ ചിത്തം പരിപാവനമായി ഇട്ടില്ലെങ്കിൽ, അതായത് ആ അവബോധം എക്സ്പാൻഷനാണ് അവിടെ അല്ലേ, ഒരു പ്യൂരിഫിക്കേഷനാണ്, അത് നടക്കുന്നില്ലെങ്കിൽ ആ കർമ്മം വൃഥാവിലാണ്. അപ്പോൾ നമുക്ക് കർമ്മം ചെയ്യാം. എല്ലാത്തിൻ്റെയും പിന്നിലിരിക്കുന്നത് ആ മഹാശക്തി, അതിനൊരു നാശമില്ലാത്ത ചൈതന്യമാണ് അല്ലേ. ആ ബോധം, അതിനൊരു നാശമില്ല. ഈ പ്രപഞ്ചബോധമായി നിലകൊള്ളുന്നത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ബോധവും. പരമാത്മ അത് തന്നെയാണ് നമ്മുടെ ആത്മ. അപ്പോൾ നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരിക്കലും നാശമില്ലാത്ത ചൈതന്യമാണ്. അപ്പോൾ നമ്മൾ അത് ആലോചിച്ചാൽ മതി, എല്ലാതും വന്നു പോകും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, സുഖങ്ങൾ, ഒരുപാട് ആനന്ദം, ഒരുപാട് സൗകര്യങ്ങൾ, ഇതൊക്കെ അല്ലേ, ഒന്നും സ്ഥിരമല്ല. പക്ഷേ എല്ലാതും ശരീരമടക്കം എല്ലാം പോയാലും നശിക്കാത്ത ഒന്നാണ് നമ്മുടെ പ്രേരകശക്തി, അകത്തും പുറത്തും ഇരിക്കുന്ന ആ മഹാശക്തി. അപ്പോൾ ആ നശിക്കാത്ത ഒന്നിനെക്കുറിച്ചുള്ള മനനം, ചിന്തനം, അതിനെക്കുറിച്ചുള്ള അറിവ്, അത് എൻ്റെ ഭാവം ആനന്ദമാകുന്നു. അപ്പോൾ അതിലേക്ക് അത് എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുവോ അത് അത്രയ്ക്ക് വികസിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ അതിലായിരിക്കണം നമ്മളുടെ ഫോക്കസിങ് കൂടുതൽ. പിന്നെ എല്ലാം നശ്വരമാണ്. പക്ഷെ ആ നശ്വരമാണെങ്കിലും അതിലൂടെ അനുഭവിച്ച ആനന്ദം തന്നെയാണ്. അതുകൊണ്ടാണ് ആ കർമ്മത്തിൽ പൂർണ്ണ കോൺസെൻട്രേഷൻ കൊടുത്ത് അതും ഒരു ഈശ്വരാരാധനയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, ഭൗതിക ജീവിതത്തിലും നമ്മളിപ്പോൾ ഒരു കർമ്മം ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു രോഗിയെ ശുശ്രൂഷിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അതിഥികൾക്ക് ഭക്ഷണം വെച്ച് കൊടുക്കുകയാണ്, അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഒരു ഈശ്വരാരാധന. ഇതും ഒരു ഈശ്വര പൂജയാണ് ഭഗവാനെ. അതും വളരെ നമ്മൾ കൊടുക്കുന്നവർക്കും നമുക്കും അവർക്കും ഇതിലൂടെ ശാന്തി, ആ സമാധാനം, സന്തോഷം, ശക്തി ഒക്കെ ഉണ്ടാകണം. നല്ല ഒരു വൈബ്രേഷൻസ് കടത്തി വിട്ടുകൊണ്ട് ഒരു പൂജ പോലെ ആ കർമ്മം ചെയ്താൽ അതും ഒരു കർമ്മ യോഗമാണ്. അപ്പോൾ നമ്മൾ അഭ്യസിച്ചാൽ ഈ മുക്തനാകാനായിട്ട്, കർമ്മ ബന്ധനങ്ങളുടെ കുരുക്കിൽ പെടാതെ നമുക്ക് മാറി നിന്നുകൊണ്ട് ഒരു സാക്ഷിയെ പോലെ, കാരണം എൻ്റെ ഉള്ളിൽ ചെയ്യിപ്പിക്കുന്ന ആ മഹാശക്തിയെ, ആ നശ്വരമായ ആ മഹാശക്തിയെ കണ്ടുകൊണ്ടും ചെയ്യുന്ന കർമ്മം പൂജയായി കണ്ടുകൊണ്ടും നമുക്ക് ചെയ്യുമ്പോൾ നമ്മളതിന് അറ്റാച്ച്ഡ് ആവുന്നില്ല, ബന്ധനത്തിൽ പെടുന്നില്ല. അങ്ങനെ ബന്ധനത്തിൽ പെടാതെ നമുക്ക് എല്ലാ കർമ്മവും ഈ ഭൂമിയിൽ ചെയ്തു പോകാം. അപ്പോൾ സേവയായിട്ട് നമുക്ക് ചെയ്യാം. അതിൽപ്പെട്ടത് തന്നെയാണ് നമ്മളെ തന്നെ ശ്രദ്ധിക്കുക കൂടുതലായിട്ട്. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ സോളാണ് അല്ലേ, ആ എനർജറ്റിക്, ആ ഡിവൈനായിട്ടുള്ള
പവർഫുള്ളായിട്ടുള്ള സോൾ ആണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ ചെയ്യുന്ന ഒരു പൂജയാണ്. അതിനെ തന്നെ ഒരു സാക്ഷിഭാവത്തിൽ നിർത്തിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കുക. അപ്പോൾ അത് ആർക്കാണ് കൂടുതൽ സാധിക്കുക എന്ന് വെച്ചാൽ ഈ സ്പിരിച്വൽ നോളജ്, കൂടുതൽ ദൈവ അവബോധത്തിലേക്ക് വരണം നമ്മൾ. ഒപ്പം തന്നെ മനം നിഷ്ഠയിൽ ബലപ്പെടുത്തണം. നിഷ്ഠയുള്ള ഒരു ജീവിതം ജീവിക്കുമ്പോൾ മനസ്സ് വളരെ അതിൽ ഇഴുകിച്ചേരും. അപ്പം അതിനുള്ള സമയങ്ങളൊക്കെ കണ്ടെത്തി ആ നിഷ്ഠയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കർമ്മം യോഗം തന്നെയായി മാറും. കർമ്മവും ആ യോഗത്തിലേക്ക് എത്തിക്കും. കർമ്മം ചെയ്യുന്ന സമയത്തും ആ യോഗത്തിലായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നിഷ്ഠയും സാധനയും ഒക്കെ നമ്മൾ ചെയ്തു പോകണമെന്ന് പറയുന്നത്. അതല്ലാതെ നിഷ്ഠ ചെയ്യേണ്ട, സാധന ചെയ്യേണ്ട, തോന്നിയതുപോലെ അശ്രദ്ധമായി ജീവിച്ചും ഭക്ഷിച്ചും ഒക്കെ ജീവിക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇതൊന്നും. അപ്പോൾ അതിലും കൂടി നമ്മൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നമുക്ക് പെർഫെക്റ്റ് ആവാൻ സാധിക്കും. കാരണം നമ്മുടെ കർമ്മം മറ്റുള്ളവർക്കും ഒരുപാട് സന്തോഷം ഉണ്ടാക്കും. ഒപ്പം തന്നെ നമ്മൾക്ക് ആ എന്താ പറയുക, ഒന്നും കൂടി നമ്മൾ ആ പ്യുവറായിത്തീരും ശുദ്ധീകരണം വന്നിട്ട്. അപ്പോൾ അതൊക്കെ കൂടുതൽ നമുക്ക് ഇനിയും ശ്രദ്ധിക്കാം. പുതുവർഷത്തിൽ കൂടുതൽ നമുക്ക് ഒന്നും കൂടി ആ ജ്ഞാനത്തിലേക്ക് എന്താ പറയുക, ഒരു ജ്ഞാനസാഗരമാണ് അല്ലേ. അത് എത്രത്തോളം നമുക്ക് അത് തീരില്ല ഒരിക്കലും. പക്ഷെ എത്രത്തോളം നമുക്ക് ജ്ഞാനം ആർജിക്കുവാൻ സാധിക്കുന്നുവോ അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താം. അതിലൂടെ കിട്ടുന്ന അനുഭവങ്ങളിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് പ്യുവറായി ആ ആനന്ദത്തെ അനുഭവിക്കാൻ നോക്കാം. അത് നമുക്ക് കർമ്മത്തിലൂടെ ആവാം, അതുപോലെ ആത്മീയ കർമ്മങ്ങളിലൂടെയാവാം, നമ്മുടെ സാധനയിലൂടെയാവാം. നമ്മുടെ ഓരോ പ്രസൻറ്റ് മൂമെൻറ്റും നമുക്ക് സന്തോഷത്തോടു കൂടി തള്ളി നീക്കാനായിട്ട് പരാതിയും പരിഭവവും പിറുപിറുക്കലുകളും ദേഷ്യങ്ങളും അസംതൃപ്തിയും ഒന്നുമില്ലാതെ നമുക്ക് സന്തോഷത്തോടു കൂടി നമ്മളുടെ ഇരിക്കുന്ന ആ പീസ്ഫുള്ളായിരിക്കുന്ന ആ അവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ വർഷം എല്ലാവർക്കും ആത്മീയമായ പുരോഗതി ഉണ്ടാവാനും ഭൗതികമായ ഐശ്വര്യങ്ങൾ വന്നു ചേരാനും നമ്മളെ ദൈവവും പ്രകൃതിയും ഗുരുവും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹപ്രണാമം. എൻ്റെ ഗുരുവിന് നന്ദിയും പ്രണാമവും. സർവ്വലോകമാനവർക്കും ശാന്തിയും സമാധാനവും ഭവിക്കട്ടെ.